ഇന്നൊരു മുത്തശ്ശി കഥയായാലോ? സ്വർണം നഷ്ടപ്പെട്ടപ്പോൾ മുത്തശ്ശി പറഞ്ഞു തന്നൊരു കഥ. മുത്തശ്ശിക്കല്ല് ദേവസ്ഥാനം. അവിടേക്കൊരു വിളക്ക് കത്തിക്കാന്ന് വഴിപാട് നേരിൻ്റെ കുട്ടിയെ. എന്തായാലും എൻ്റെ ആൾക്കത് കിട്ടാതിരിക്കില്ല. അന്ന് ആ വഴിപാട് നേരുമ്പോൾ വിശ്വാസം ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ അറിയില്ല. പക്ഷെ നേർന്നു. അത്ഭുതം എന്ന് പറയട്ടെ, കുറേ കാലത്തിന് ശേഷം അപ്രതീക്ഷിതമായി ആ നഷ്ടപ്പെട്ട സ്വർണം തിരികെ കിട്ടുകയും ചെയ്തു. അങ്ങനെ അന്വേഷിച്ച് പോയതാണ് മുത്തശ്ശിക്കല്ല് ദേവസ്ഥാനത്തേക്ക്. നിലമ്പൂര് നടുവത്ത് പൊട്ടാലിങ്ങിനടുത്താണ് മുത്തശ്ശിക്കല്ല് ദേവസ്ഥാനം. ഇത് എൻ്റെ കഥയല്ല കേട്ടോ, എൻ്റെ സുഹൃത്തിൻ്റെ കഥയാണ്. എന്നാൽ ഈ വഴിപാട് കഴിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ ഞാനും കൂടെ പോയി. ഒരുപാട് സ്റ്റെപ്പൊക്കെ കയറി ഞങ്ങൾ ആ മുത്തശ്ശിക്കല്ലിലെത്തി. ആരോ തെളിയിച്ച വിളക്ക് ശോഭയോടെ കത്തുന്നുണ്ടായിരുന്നു. ബാക്കി വന്ന വിളക്കുകൾ ഓരോന്നായി ഞങ്ങൾ കത്തിച്ചു. വിളക്ക് കത്തിക്കുന്ന വഴിപാട് മാത്രമല്ല കേട്ടോ, വെറ്റില, തൊട്ടിൽ, പേന, പുഷ്പം, വീട്, മുട്ടിറക്കൽ, അങ്ങനെ ഒരുപാട് വിശ്വാസികൾ അർപ്പിച്ച വഴിപാടുകളും നമുക്കവിടെ കാണാൻ സാധിക്കും. ഇത് കേൾക്കുമ്പോൾ ചിലരെങ്കിലും പരിഹസിച്ചേക്കാം. പക്ഷേ വിശ്വാസം അതല്ലേ എല്ലാം. മുത്തശ്ശിക്കല്ലിൽ പ്രാർത്ഥിച്ച് വീണ്ടും വഴിപാടുകൾ നേരാൻ നൽകാൻ വരണമെന്നൊരാഗ്രഹത്തോടെ ഞങ്ങൾ ആ മുത്തശ്ശിക്കല്ലിനോട് വിട പറഞ്ഞു. നമ്മൾ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച അത് നടക്കുമെന്നാണ് അവിടെ ഉള്ളവരുടെ വിശ്വാസം. പോകുന്ന വഴിക്ക് അവിടുത്തെ ഒരാളെ കാണുകയും സംസാരിക്കാൻ ഒരവസരവും കിട്ടി. അതുകൊണ്ട് തന്നെ നമ്മുടെ ആഗ്രഹങ്ങളും എല്ലാം മുത്തശ്ശിക്കല്ലിൽ അർപ്പിച്ച് ഞങ്ങൾ തിരിച്ച് ഞങ്ങളുടെ നാട്ടിലേക്ക്